ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവരും സ്വാഗതം. അപ്പം നമ്മളിന്ന് രാവിലെ എണീച്ചപ്പോഴത്തേക്കും നമ്മുടെ സീരീസാണ് ഓർമ്മ വന്നത്. അപ്പോഴത്തേക്കും നമ്മളെ പുതിയ സീരീസിന് വേണ്ടി വീഡിയോ ഗെയിമിനകത്ത് കയറി. പിന്നെ ഇന്നലെ നമ്മളെ കൂട്ടുകാരൻ സഞ്ജയ് ആണെങ്കിൽ ഇതുവരെ വിളിച്ചിരുന്നു. അപ്പം അവൻ പറഞ്ഞ് നമ്മളെ വീടിൻ്റെ അടുത്തൊരു പോലീസ് സ്റ്റേഷൻ, അതിനകത്തൊരു കിടിലൻ കാറ്, ഒരു ഓറഞ്ച് കളർ കിടിലൻ, ഓറഞ്ചോ മഞ്ഞയോ ഏതോ ഒരു കളർ കിടിലൻ കാർ അവിടെ കിടക്കുന്നുണ്ട് തന്നെ. അത് എങ്ങനെയെങ്കിലും എടുത്ത് വിറ്റ കോടികൾ കിട്ടുമെന്നാണ് അവൻ പറഞ്ഞത്. അപ്പം നമ്മൾ എന്തായാലും അത് എടുക്കും. അപ്പം നമ്മൾ എടുക്കാൻ വേണ്ടി നമ്മൾ പോണത് വാനിലാണ്. വാൻ എടുത്തിട്ടും കുറച്ച് ദിവസമായതുള്ളൂ. അപ്പം ആ വാൻ നമ്മളിതുവരെ അടിച്ചു വേണ്ടിയാണ്. ആ വാൻ എടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾ ഉറപ്പിടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് നേരെ നമ്മളെ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ പോയാണ്. അപ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് കയറി പോലീസ് സ്റ്റേഷനിൽ ചുമ്മാ കയറി പോകാൻ പറ്റില്ല. നമുക്ക് അല്ലെങ്കിൽ ഒരു ചെറിയൊരു കേസ് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പറ്റി ചോദിച്ച് എസ് ഐ എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ പോലീസ് സ്റ്റേഷനിൽ കയറാം. അപ്പോൾ നമുക്ക് വണ്ടിയും കാണുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ വണ്ടി പോലീസ് സ്റ്റേഷൻ്റെ ബാക്ക് വലത് സൈഡായിട്ട് നമ്മൾ ഒതുക്കിയിടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒതുക്കിയിട്ടിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനകത്ത് കയറാൻ പോവുകയാണ്. അപ്പോഴത്തേക്കും ചിലപ്പം ഡൗട്ട് അടിക്കും. നമ്മൾ ഇതുവരെ വരാതെ പെട്ടെന്നൊരിക്കൽ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ അവർക്ക് ഡൗട്ട് അടിക്കും. പക്ഷേ ഗൈസ്, ഒരാൾ മാത്രമേ ഉള്ളൂ. വേറെ ജീപ്പ് അല്ലെങ്കിൽ ഇവിടെ മൊത്തം കിടക്കുകയാണ്. ഇപ്പോൾ ഒരു ജീപ്പ് മാത്രമേ ഉള്ളൂ. ഒരു ജീപ്പും ഇല്ല. അപ്പം നമ്മളെ പോലീസ് അങ്ങനെ കിടക്കണം. നമുക്ക് പോലീസിനോട് ചോദിക്കാം. നമ്മൾ എസ് ഐ ഇവിടെ ഇല്ലേ? ഇല്ല, എസ് ഐ ഇവിടെ ഇല്ല. എസ് ഐ 1 മണിക്കൂറാം. എസ് ഐ ഇപ്പോൾ വേറെ ഇവിടെ പോയിരിക്കുകയാണ്. 1 മണിക്കൂർ വരും. ഗൈസ്, എസ് ഐ വരെ 1 മണിക്കൂർ കഴിയുമെന്നാണ് പറഞ്ഞിട്ടുള്ളവർ. അപ്പോൾ നമുക്കിനി വേറെ സമയമൊന്നുമില്ല. നമുക്ക് നേരെ വണ്ടി നോക്കാം. നമുക്ക് 1 മണിക്കൂറിൽ തന്നെ ഇവിടെ നിന്ന് വണ്ടി എടുക്കണം. പിന്നെ അതിനുശേഷം മൊത്തം എസ് ഐയും അവരുടെ 10-15 ജീപ്പും വന്നാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇപ്പോഴും എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഗോഡൗണല്ല നമ്മളെ പണ്ടത്തെ ഒരു വീട്, ആ പണ്ടത്തെ വീട്ടിൽ നമുക്ക് പോയി ഗണ്ണെടുക്കാം. അപ്പോൾ നമുക്ക് പോലീസിൻ്റെ ഇരിക്കുന്ന ഒരു ഗണ്ണ് മതി. അപ്പോൾ നമ്മൾ കുറേ ഡ്രൈവിങ്ങിൻ്റെയൊക്കെ കട്ട് ചെയ്യും, അല്ലെങ്കിൽ ഭയങ്കര ലാഗായിരിക്കും. അപ്പോൾ നമ്മൾ ഗോഡൗൺ എത്തിയിട്ടുണ്ട്, നമ്മളെ പഴയ ഗോഡൗൺ തന്നെ. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മളെ വീടിൻ്റെ ആ റൂമിൻ്റെ അകത്ത് ഏതൊക്കെയോ വുഡ് പക്കറൊക്കെ ഇരിക്കും. നമുക്ക് ആവശ്യം മുകളിലിരിക്കുന്ന അതാണ് പിസ്റ്റൽ. ഇപ്പോൾ പിസ്റ്റൽ എടുത്ത് നമ്മൾ വാനിൽ തിരിച്ച് നമ്മൾ വീണ്ടും കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്യും. പിന്നെ വണ്ടി തിരിഞ്ഞു പോയി. വണ്ടി അപ്പുറത്തോട്ട് കയറി നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിൽ വീണ്ടും പോവുകയാണ്. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതുപോലത്തെ വേറെ നമ്മളെ വണ്ടികൾ എടുക്കണ ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് ചെയ്താലും മതി. നമ്മളെ ടാർഗറ്റ് ഒരു 50 ലൈക്കിൽ കൂടി കിട്ടിയാൽ നമ്മൾ വീണ്ടും ഇതുപോലത്തെ വീഡിയോ ഇടും. അപ്പോൾ നമ്മൾ വണ്ടി ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ പോലീസ് സ്റ്റേഷനകത്ത് കയറാം. നമ്മൾ തോക്കിപ്പോൾ എടുക്കണം. നമുക്ക് ഇപ്പം അങ്ങനെ ചോദിച്ചു നോക്കാം, വണ്ടി തരാൻ പറ്റൂ അല്ലെങ്കിൽ നമ്മൾ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചോദിച്ചു നോക്കാം. തന്നില്ലെങ്കിൽ നമുക്ക് അങ്ങനെ കൊന്നാലേ പറ്റൂ. എന്തായാലും വണ്ടി വേണം. അപ്പോഴത്തേക്ക് നമ്മൾ ചെന്ന് ചോദിക്കുകയാണ്, സാറ് വണ്ടി തരാൻ പറ്റൂ, അല്ലെങ്കിൽ തോക്കെടുത്ത് വെടിവെക്കും. ഓടെ വെച്ചിരിക്കാൻ വേണ്ടി എന്തായാലും പറ്റില്ല. 1.5 കോടി എന്തോ മതിയാ ഈ പോകുമോ? അപ്പം നമുക്കിനി ഇങ്ങനെ കൊന്നാലേ പറ്റും, വണ്ടി തരൂലെന്നാണ് പറയണേ. അപ്പോൾ നമ്മൾ തോക്കെടുത്ത് അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തിരിച്ചും ഷൂട്ട് ചെയ്യണമെന്നല്ല. അപ്പം നമ്മളങ്ങനെ ഫിനിഷാക്കി. അപ്പം നമുക്ക് നമ്മളെ വണ്ടി എടുക്കാം. നമ്മളതിന് വേറെ ആരും അറിയാൻ പോകില്ല. നമ്മളെടുത്ത് ഇവിടെ ക്യാമറയും തേങ്ങയൊന്നുമില്ല. ക്യാമറ ഉണ്ടെങ്കിൽ നമ്മളെ ഫേസ് വരത്തില്ല. നമ്മളിവിടെ എന്തായാലും പോവും. നമ്മളിപ്പം നിൽക്കുന്നത് കറക്റ്റ് 1 നമ്മളതിന് നേരെ ഈ വണ്ടി എടുത്ത് വേറെ വല്ല സ്ഥലത്തേ പോകും. ഇത് നമ്മളിപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് നമ്മളെ വീട്ടിൽ. അപ്പം വേറെ ആരും ഇങ്ങനെ ചോദിക്കാനൊന്നുമില്ല. നമുക്ക് നേരെ നമ്മളെ ഇപ്പോഴത്തെ വീട്ടിൽ നമുക്ക് കൊണ്ടിടാം വണ്ടി. എന്നിട്ട് നമുക്ക് ഒരു 2-3 ദിവസം കഴിഞ്ഞ് നമ്മൾ സെയിൽ ചെയ്യുന്നതാണ്. നമ്മൾ സെയിൽ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പുതിയ വണ്ടി എടുക്കും. പിന്നെ നമ്മളെ വാനിന് നമുക്ക് ഇനി ആവശ്യമില്ല. എന്നാൽ അവിടെ ഫുള്ള് പോയി. നിങ്ങൾ കണ്ടല്ലോ, ഇടിച്ച് നമ്മൾ വരുന്ന വഴിക്ക് കുറേ നമ്മൾ കട്ട് ചെയ്ത ഭാഗങ്ങളിലേക്ക് വണ്ടി ഇടിച്ച രംഗങ്ങളാണ് കുറേ. അപ്പോൾ വണ്ടിയൊക്കെ ഇടിച്ച് എല്ലാം പൊളിഞ്ഞ്, എല്ലാം 2 വാതിലും പോയി, ബാക്കിലത്തെ ഡോറ് പോയി, എല്ലാം പോയി. അപ്പം നമ്മളതിന് ഇത്രയാണ് നമ്മളെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത്. ബൈ.